സുഹൃത്തുക്കളെ, ഈ എപ്പിസോഡിൻ്റെ ആദ്യ ഭാഗമായി പെബിത സേത്തിനെ ഞാൻ അവരുടെ ഗൃഹത്തിൽ പോയി നേരിട്ട് കാണുകയും ഒരു പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് ക്ഷണിക്കുകയും ചെയ്തതായി പറഞ്ഞിരുന്നല്ലോ. ആ പുസ്തക പ്രകാശന ചടങ്ങ് ഹോട്ടൽ എലൈറ്റ് ഇൻ്റർനാഷണലിൽ വെച്ച് നടക്കുകയുണ്ടായി. പുസ്തകം എഴുതിയത് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സജി മടപ്പാട്ട്, ഇപ്പോൾ ടൈഗർ റൈഡർ എന്ന പെൻ നെയിമിൽ അറിയപ്പെടുന്ന ആളാണ്. പുസ്തകം പെബിത സേത്ത് പ്രശസ്ത സാഹിത്യകാരി മാനസി തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ തന്നെ ഒരു പൂർവ്വ വിദ്യാർത്ഥിനിക്ക് നൽകിക്കൊണ്ടാണ് നിർവഹിക്കപ്പെട്ടത്. ഈ ചടങ്ങിൽ സജി മടപ്പാട്ടിനെ ശ്രീ പ്രൊഫസർ, അദ്ദേഹത്തിൻ്റെ തന്നെ അധ്യാപകൻ പ്രൊഫസർ വിദ്യാസാഗരനും, പെബിത സേത്തിനെ ബാംഗ്ലൂർ അലുമിനി സെക്രട്ടറി ആയിരുന്ന ജെയും, മാനസിയെ നിറച്ചാർത്ത് സതീഷ് എന്നറിയപ്പെടുന്ന സതീഷ് കുമാറും പരിചയപ്പെടുത്തുകയുണ്ടായി. ആർ.കെ. രവിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ടെക്കോസ സെക്രട്ടറി N.I. വർഗീസ് സ്വാഗതം ആശംസിക്കുകയും ട്രഷറർ C.G. രവീന്ദ്രനാഥൻ നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്തു. സമാധാന ചടങ്ങിൽ സജി മടപ്പാട്ടിന് അദ്ദേഹത്തിൻ്റെ തന്നെ അധ്യാപകനായ ഡോക്ടർ വിജയകുമാർ, മുൻ പ്രിൻസിപ്പലും ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷനുമായിരുന്ന ആളും, മാനസിയെ സന്തോഷ് ഗംഗാധരൻ എന്ന പ്രശസ്ത എഴുത്തുകാരനും, പെബിത സേത്തിനെ മാനസിയും ആർ.കെ. രവിയും ചേർന്ന് പൊന്നാടയണിച്ച് ആദരിക്കുകയും ഉണ്ടായി. തെയ്യത്തിനെ കുറിച്ച് വളരെ ഗഹനമായി പ്രതിപാദിക്കുന്ന പുസ്തകം രചിച്ച സജി ഏറെ അഭിനന്ദനം അർഹിക്കുന്നതായി പെബിത സേത്ത് അഭിപ്രായപ്പെട്ടു. I shouldn't really be doing anything about Theyyam because I don't come from this part, not even this part of the world. So I always approach it with a sense of apology to outsiders. That what I've tried to do is, whether it's worked or not, it's for others to say. But all I can say is that amongst the Theyyam community of North Malabar, I have nothing but the most extraordinary help and welcome, really, because I have known them for a long time before any. മലബാറിലെ തെയ്യങ്ങളുടെ ചിത്രങ്ങളടങ്ങിയ സ്ലൈഡ് ഷോ നടത്തിയ സജി ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയും ചെയ്തു. മാനസി അടക്കമുള്ള സന്തോഷ് ഗംഗാധരൻ അടക്കമുള്ള സാഹിത്യകാരന്മാരും എഞ്ചിനീയറിംഗ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളും സന്നിഹിതരായിരുന്നു. അങ്ങേയറ്റം സവിശേഷമായ അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു വിഷയമാണ് എന്നതുമാണ്. നോർത്ത് മലബാറിലെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ സവിശേഷതകളായ തെയ്യങ്ങളെ കുറിച്ച്, അതിന്റെ ചരിത്ര സാമൂഹ്യ പശ്ചാത്തലങ്ങളെ കുറിച്ച് വിശകലനാത്മകമായ ഒരു പുസ്തകം എഴുതുക എന്നത് നമ്മുടെ സംസ്കാരത്തിന്റെ, നമ്മുടെ സംസ്കൃതിക്ക് കിട്ടുന്ന ഒരു വലിയ അമൂല്യ വസ്തുവായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം അതത്ര പതിവുള്ള കാര്യമല്ല. അതിസൂക്ഷ്മമായ കലാവിരുതുകളുടെ ചാരുതയും സർഗാത്മകമായ രൂപസംവിധാനങ്ങളുടെ സമ്മേളനവും ചേരുകയും ചിന്തയിലിടുന്ന തെയ്യത്തിന്റെ ആടയാഭരണങ്ങൾ നമ്മുടെ കാഴ്ചയ്ക്കൊരു വിരുന്ന് തന്നെയാണ്. എനിക്കറിയില്ല ഇവിടെ ഇരിക്കുന്ന എത്ര പേര് തെയ്യം കണ്ടിട്ടുണ്ടെന്നും തെയ്യത്തിനെ കുറിച്ച് അറിയാമെന്നും. I just happened to begin my journey a couple of years ago in this field. Before that, I would like to express my gratitude to Devi sir, Varghese sir, of course my own beloved teachers, and Pebuda again. You're my inspiration. I just started
this artist a couple of years ago. One of the key reasons, when I looked at it, I started documenting, at least from the photographic perspective, I started my journey seriously started my journey with the D800E 20.